ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ മനസ്സ വ്ലോഗ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വഴിയെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എനിവേസ് ഞങ്ങൾ ലുലു മാളിലേക്ക് പോകാം. അപ്പോൾ ഞങ്ങളൊരു ആൻറ്റീനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങളെല്ലാം പോയിട്ട് വന്നായിരുന്നു. അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ലുലു മാൾ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്താണ് വന്നത്. അവിടെ കയറിയിട്ട് ലുലു മാളിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ മൂന്നാമത്തെ തവണ ആണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ടൈം വന്നതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത ജസ്റ്റ് കണ്ടു നോക്കുക, ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. സോ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്നും പോലെയല്ല, കുറച്ച് ചെറുതാട്ടോ, അത് ഭയങ്കര വലുതാണ്, ഇത് കുറച്ച് ചെറുതാണ്. എനിവേസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ വലിയ ഗ്ലാസ്സൊക്കെ ഇട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനും അമ്മയും ചേട്ടനും അച്ഛനും കൂടെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാറൊന്നും പാർക്ക് ചെയ്യാൻ ഒട്ടും സ്ഥലമില്ലായിരുന്നു. പിന്നെ ടെറസിലൊക്കെ കൊണ്ടുപോയിട്ടാണ് നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇവിടുന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും അമ്മയും കൂടെ പോവാട്ടോ. അച്ഛനും ചേട്ടനും കൂടെ പുറകിൽ കൂടെ ഫ്രണ്ടിൽ പോകുന്നുണ്ട് കേട്ടോ. നല്ല സ്ഥലമാണ് ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇന്ന് സൺഡേയും കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞില്ല, ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ നല്ല രസമാട്ടോ ഇവിടുന്ന് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് വ്യൂസൊക്കെ. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. കാരണം ഞാനായിരുന്നു ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ പോകണമെന്ന്. റെസിനാർട്ടിൻ്റെ സംഭവം വാങ്ങിക്കാൻ നിന്നാണ്. പക്ഷേ അവിടെ കണ്ടു, പക്ഷേ മോൾഡൊന്നും കിട്ടിയില്ല. ചെമ്പറങ്ങ് ഡേഞ്ചറാണ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ലിഫ്റ്റിൽ കയറിയിട്ട് താഴേക്ക് പോകാട്ടോ. അപ്പോൾ ചേട്ടൻ ഉണ്ടായിരുന്നു, ചിരിക്കാൻ പറഞ്ഞപ്പോൾ ഒരുമാതിരി ചിരിച്ചിട്ട് അങ്ങ് പോയി. അപ്പോൾ നല്ല രസമില്ലേ കാണോട്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. രാത്രി ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ആൾക്കാരൊക്കെ. അങ്ങനെ നമ്മൾ എന്താ പറയുക, മുകളിലത്തെ ഫ്ലോറിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. എന്ത് സെയിലൊക്കെ നടക്കുന്നതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. വെറുതെ കണ്ടുപോവുക, അങ്ങനെ വരാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായത്. ആ ഒരു ഭാഗത്ത് എല്ലായിടത്തും ഞങ്ങൾ ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു കയറിയ പാൻറ്റിന് 10,000 സംതിങ് ആയിരുന്നു ഞാൻ കണ്ടപ്പോൾ ഉള്ള റേറ്റ് ഉണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ നെട്ടിപ്പോയിട്ടോ. പിന്നെ ഷൂ ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് നമ്മൾ അങ്ങനെ അധികം ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കോസ്റ്റ്ലി പ്രൊഡക്റ്റ് വാങ്ങിക്കില്ല. 1,500 രൂപ. പിന്നെ ഹോട്ട് വീൽസിൻ്റെ ആ ഒരു ഭാഗത്തെത്തിയപ്പോൾ ചേട്ടൻ്റെ കണ്ണിങ്ങ് തെള്ളിപ്പോയിട്ടോ. തിരിച്ച് കയറ്റി വെച്ചു കേട്ടോ കണ്ണ്. ഓക്കെ, അപ്പോൾ മിനിസോ ഒക്കെ പോലെ ഒരുപാട് ഡോൾസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു എഗ്ഗിൻ്റെ ഉള്ളിൽ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയണമെന്നുണ്ടായിരുന്നു. പിന്നെ അത് വാങ്ങിച്ചില്ല. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാർട്ടൂണായിട്ട് മാഷേൻ്റെ പേര് ഇപ്പോൾ കാണുന്നൊന്നുമില്ല, അതിൻ്റെ ക്യാരക്ടറിനെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ കുറച്ച് ഹോം ഡെക്കർ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ഷാർപ്നർ 300 ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ കുറേ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ. പിന്നെ ഇങ്ങനത്തെ ഡെക്കറേഷനായിട്ട് നമ്മൾ ടേബിളിലൊക്കെ വെക്കില്ല, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു പില്ലോ ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ചേട്ടനും കൂടെ ആയിട്ട് അടിച്ച് പൊട്ടിക്കായിരുന്നു. പിന്നെ ഇവിടെ ട്രോളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് പോവാണ്. ഓക്കെ, പിന്നെ ഇവിടെ പിയാനോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറേ ഐമാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ചുമ്മാ ഒന്ന് ടച്ച് ചെയ്തൊക്കെ നോക്കുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ അതിനകത്ത് കയറിയിട്ട് ചുമ്മാ ഇങ്ങനെ ഫോട്ടോസൊക്കെ പോലെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ മൊബൈൽ ഫോൺസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ പ്രിൻ്ററിൻ്റെ ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. നല്ല വിലയുണ്ടായിരുന്നു കേട്ടോ, ജസ്റ്റ് നോക്കി. പിന്നെ കുറേ ടി വിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ട്രൈപോഡൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ പോലത്തെ അല്ല, വേറെ ടൈപ്പ്. പിന്നെ കാർത്തിക് സൂര്യയുടെ വീഡിയോ ഉണ്ടായിരുന്നു ടി വിക്കകത്ത്. പിന്നെ എന്തായാലും ടി വിയിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ താഴേക്ക് ഹൈപ്പറിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അതിന് മുമ്പ് ഇവിടെ കുറേ ബ്യൂട്ടി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഞാൻ അങ്ങനെ കുറേ വാങ്ങിച്ചില്ല, 2-3 സാധനങ്ങളെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുറേ നല്ല വില ഉണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെയാണ് ഞാൻ അടുത്ത ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ താഴേക്ക് പോവാണ്, അവിടെ നിന്ന് ഇറങ്ങാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ താഴേക്ക് പോട്ടെ. അപ്പോൾ ആ ഒരു ടൈമിൽ എൻ്റെ മിസ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നെ പഠിപ്പിച്ച 6th പഠിപ്പിച്ച മിസ് ഉണ്ടായിരുന്നു, മാത്സിൻ്റെ. അപ്പോൾ ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങി ഹൈപ്പറിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞാൽ ഹൈപ്പറിൽ എന്തായാലും കയറാണ്ട് പോകത്തില്ല കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ.